ആ ഓ എന്താ പറ്റി? ഏയ് ഒന്നുമില്ല. എന്നാ വാ. ആ. ബൈക്കിലാണോ പോകുന്നത്? അത് നമ്മുടെ കാറുകളൊക്കെ ഓട്ടത്തിലാ. ബൈക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്യാം. സാരമില്ല, പോവാ. ആ. സുഭാഷിതാ, ഉം. അത് ഞാൻ ഇയാൾക്ക് വാങ്ങിയ നൈറ്റിയാ. അത് മനസ്സിലായി, പക്ഷെ ചേരുന്ന അവൾക്ക്. ഓ സുഭാഷിത, ഓ നൈറ്റ് നന്നായിട്ടുണ്ടോ? എങ്ങനെയുണ്ട് എനിക്ക്? ഉം. നോക്കി പറ. സുഭാഷേട്ടാ, ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്തില്ലേ? ആ നൈറ്റ് ചെയ്ത് സുഭാഷേട്ടൻ കൊടുക്കാൻ കാണിച്ചെന്നപ്പോ സുധീഷ് എടുത്ത് കൊടുത്തില്ലേ? ആ നൈറ്റ്. നിങ്ങൾ പുറത്തു പോകണോ? എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്, പോയിട്ട് വരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നന്നായി പെർഫോം ചെയ്യണം കേട്ടോ. സുനന്ദ നൈറ്റ് ഇടുന്നുണ്ടല്ലോ, പിന്നെന്താ ഇയാൾക്കിട്ട? അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സാ. അത് ചോദ്യം ചെയ്യാനുള്ള അധികാരം ആർക്കും ഇല്ല. ഓ. ഈ നൈറ്റ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ സുഭാഷേട്ടാ. നന്നായിട്ടുണ്ട്. ആദ്യമായിട്ട് എനിക്ക് സുഭാഷേട്ടനെ എടുത്തുന്ന ഡ്രസ്സല്ലേ, എങ്ങനെ നന്നാവേണ്ടിരിക്കും. അപ്പൊ ശരി, നിങ്ങൾ നൈറ്റിനെ കുറിച്ച് സംസാരിക്കട്ടാ. ഞാനേ പോട്ടെ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സുഭാഷേട്ടാ. നല്ല കളർ, നന്നായിട്ടുണ്ട്. ഇവിടെയല്ലേ, ഞാൻ ഇന്ന് രാവിലെ ഓൺലൈനിൽ ചെക്ക് ചെയ്തിരുന്നു. നല്ല പ്രൊഫൈലുള്ള കമ്പനിയാ. മെസ്സേജ് വായിച്ചിട്ട് മറുപടി ഒന്നുമില്ലല്ലോ. താങ്ക്സ് ഉണ്ട് കേട്ടോ. എന്താ പറഞ്ഞേ? ഇത്രയും വലിയ കമ്പനിയിൽ ഇന്റർവ്യൂ ശരിയാക്കിയതിന് സുധീഷിന് സുഭാഷേട്ടനും താങ്ക്സ് ഉണ്ടെന്ന്. സർട്ടിഫിക്കറ്റ്സ് ഒന്നും എന്റെ കയ്യിൽ ഇല്ലാത്തത് പ്രശ്നമാവില്ലല്ലോ അല്ലേ? അതൊന്നും വേണ്ട, അതൊക്കെ സുഭാഷിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇയാള് ധൈര്യത്തോടെ പോയിട്ട് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി. ധൈര്യമൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പൊ ഒരു പേടി പോലെയും തോന്നുന്നുണ്ട്. എന്തിന്? ജീവിതത്തിലെ ആദ്യത്തെ ഇന്റർവ്യൂ അല്ലേ, അതാ നെർവസ് ആവുന്ന പോലെ. ഏയ് അതൊന്നും പ്രശ്നമല്ലേ, ഇയാള് സൂപ്പർ അല്ലേ, കിട്ടുവേ. എന്നാ പിന്നെ ഞാനേ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് വരാം. ഇയാൾ അങ്ങോട്ട് നിൽക്ക്. ഒന്ന് വേഗം എടുക്ക്. അനുപേടാ, ഞാനാടാ. പറടാ. എടാ, എത്ര നേരമായിട്ടാ നിന്നെ ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നത്. ഞാനേ നിധിയും കൂട്ടി ഓഫീസിൽ വന്നിട്ടുണ്ട്. അവള് ഓഫീസിന്റെ ഫ്രണ്ടിലുണ്ടാ. ഞാൻ പകുതി കൂട്ടിക്കൊണ്ടുവരാവേ. എടാ മച്ചാ, ഇന്ന് ഇന്റർവ്യൂ സെറ്റ് അല്ലേ? ഇന്നൊന്നും പറ്റില്ല, പ്രതീക്ഷിക്കാതെ അച്ഛൻ ഓഫീസിലേക്ക് വന്നിട്ടുണ്ട്. നീ തിരിച്ചു പോ. എടാ നീ എന്ത് വർത്തമാണേ പറയുന്നത്? എടാ ഞാൻ നിധിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഓഫീസിന്റെ മുന്നിൽ നിന്നാ വിളിക്കുന്നത്. എവിടെ നിന്ന് വിളിച്ചാലും ഞാൻ എന്ത് ചെയ്യാനാ? എടാ അനുപ, നീ നിന്റെ അച്ഛൻ്റെ അടുത്ത് ഒന്നും സംസാരിക്കേ. എടാ അനുപ പ്ലീസ്. ഒരു രക്ഷയില്ല മോനെ, നീ അവളെ അവിടെ പോകാൻ നോക്കും. അച്ഛനോടൊപ്പം ഒരു കാര്യം നടക്കത്തില്ല. പ്ലീസ് എനിക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. എടാ ആ പാവൻ രാത്രി മുതൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് പ്രിപ്പയർ ആയി നിൽക്കായിരുന്നു. എടാ, ഒരു ഫേക്ക് ഇന്റർവ്യൂവിന്റെ പേരിൽ ആ കുട്ടിയെ കൊണ്ട് ഇത് ചെയ്യിച്ചത് നീ എത്ര വലിയ ഫ്രോഡാടാ. എടാ അത് സിറ്റുവേഷൻ അതായതുകൊണ്ടല്ലേ. അധികം നേരൊന്നും എടുക്കണ്ട. അകത്ത് വിളിച്ചു വരുത്തി 2 ചോദ്യം ചോദിച്ച് അറിയിക്കാന്ന് പറഞ്ഞ് വിട്ടാൽ മാത്രം മതി. അളിയോ, ജോലിയൊന്നും കൊടുക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നില്ലല്ലോ. കളിക്കാൻ നിൽക്കില്ല സുധീഷേ. ഓഫീസിൽ ആര് വരുന്നു പോകുന്നത് അച്ഛന് ക്യാബിൽ ഇരുന്നാ കാണാം. ഞാൻ അവളെ വിളിച്ച് ഇന്റർവ്യൂ നടത്തിയാലേ പിന്നെ എനിക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റതാവും. എടാ എന്നാലും എടാ, അച്ഛൻ ചോദിച്ചാൽ ഞാനെന്ത് പറയും? വെറുതെ ആ കുട്ടിയെ പറ്റിക്ക് ഇന്റർവ്യൂ നടത്തിയാണെന്നോ? അതൊന്നും ശരിയാവില്ല. നീ അവളെ കൂടി പോകാൻ നോക്കി. അനുപേ, ഞാൻ പറയാ. ഈശ്വര, അകത്തേക്ക് പോ. സോറി, നമ്മള് ബൈക്കിൽ വരുമ്പോഴേ അവര് വിളിച്ചിരുന്നത്രേ, കിട്ടിയില്ലെന്ന്. ചെയർമാന് എന്തൊരു അത്യാവശ്യ ട്രിപ്പ്, അതുകൊണ്ട് ഇന്നത്തെ ഇന്റർവ്യൂ ക്യാൻസൽ ചെയ്തോന്ന്. നിധി ദേ ഇന്നത്തെ നടക്കില്ലെന്നേ ഉള്ളൂ, ഇന്റർവ്യൂ വേറെ ദിവസം ചെയ്യാന്ന് പറഞ്ഞു. താൻ ടെൻഷൻ അടിക്കല്ലേ. എടോ സോറി, ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. സാരില്ല. അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ സുധീഷ് എന്ത് ചെയ്തു? അവര് വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞല്ലേ, നമുക്കപ്പോ പോവാം. ഈ ചെയർമാൻ എന്തോ അത്യാവശ്യമായതുകൊണ്ട് നമ്മുടെ ഇൻകൺവീനിയൻസിന് അവരെ സോറിയും പറഞ്ഞായിരുന്നു. അതും സാരില്ല, ഇത്രയും വലിയ കമ്പനിയല്ലേ, അത്ര ഈസി ആയിട്ട് ജോലി കിട്ടോ? ഇല്ലല്ലോ. സുധീഷ് വണ്ടി എടുത്തിട്ട് വാ, നമുക്ക് പോവാം. സുബേട്ടാ, നീയാ പറഞ്ഞ പോലെ അങ്ങ് ചെയ്താൽ മതി. കൂട്ടി വെച്ചോ. എന്താടാ മോഹൻലായിരിക്കുന്നു? എല്ലാം തോന്നി സുബേഷേട്ടാ. എന്തോലി ഇന്നത്തെ ഇന്റർവ്യൂ ഇത് നന്നായിട്ട് അറ്റൻഡ് ചെയ്തില്ലേ? അത് നടന്നില്ല സുബേഷേട്ടാ. നടന്നില്ലേ? സത്യമായിട്ട് എല്ലാം പറഞ്ഞുറപ്പിച്ചിട്ടാ ഞാൻ പോയത്. എന്റെ ഫ്രണ്ട് മാത്രം ഓഫീസിലുണ്ടാവൂ, അച്ഛൻ കാണില്ല. അവൻ ഇന്റർവ്യൂ ചെയ്തോളെന്ന് പറഞ്ഞ ധൈര്യത്തില ഞാൻ നിധിയും കൂട്ടി കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോ അവന്റെ അച്ഛൻ ഓഫീസിലിരിക്കുന്നു. അതുകൊണ്ട് അച്ഛനുള്ളപ്പോ എങ്ങനെ നടക്കും ചേട്ടാ? അച്ഛനുള്ളതുകൊണ്ട് പറ്റില്ലെന്നും പറഞ്ഞ് അവൻ മടക്കി വെച്ചു. ഇന്റർവ്യൂ നടന്നില്ല. ഞാൻ നിധിയെ തിരിച്ചുണ്ടാക്കുകയും ചെയ്തു. എടാ, അച്ഛനുള്ള ഇന്റർവ്യൂ എടുത്താലെന്താ? അല്ല, ഈ അച്ഛൻ അറിയാതെയാണ് അവളെ വിളിച്ചതേ. അയാളുടെ അച്ഛനല്ലേ സ്ഥാപനത്തിന്റെ ഉടമ. ഇന്റർവ്യൂവിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ അപ്പൊ അച്ഛൻ അറിയില്ലേ? അത് പക്ഷേ സത്യം പറ, ഇത് ശരിക്കുള്ള ഇന്റർവ്യൂ ആയിരുന്നോ അതോ നീ എന്തെങ്കിലും ഫ്രോഡ് കാണിച്ചോ? ഫ്രോഡോ? ഞാനോ? അതങ്ങനെയല്ല സുഭാഷേട്ടാ. ശരിക്കും ഇന്റർവ്യൂ ചെയ്യാൻ നമ്മൾ സമ്മതിച്ചതാണ്. പക്ഷെ ജോലി ഉറപ്പൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവളൊരു ജോലി പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ടെന്ന്. ശരിക്കും റാസ്കൽ നീ അല്ലടാ. ഞാനോ? ഞാൻ ശരിക്കും അവളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ. മതി നിർത്ത്. അയ്യാ, ആ മുറിയിൽ സിമെന്റ് വിടാൻ പറ. ശരി ചേട്ടാ. സുഭാഷേട്ടാ, നിക്ക്. എന്റെ മനസ്സിന് ഒരു സമാധാനം ഇല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ചേട്ടൻ എന്നെ വിട്ടിട്ട് അങ്ങോട്ട് പോവാ? എടാ, ഞാൻ ഓർക്കുന്നതേ ആ പെൺകുട്ടിയുടെ ഗതികേടാ. അവൾ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? നീ എന്തിനാ അവളെ ഇങ്ങനെ ചതിക്കാൻ നോക്കുന്നേ? ഇങ്ങനെ ചതിയൊന്നും പറയില്ല സുഭാഷേട്ടാ. ഇതല്ലാതെ ഞാൻ പിന്നെ വേറെ എന്ത് ചെയ്യണമായിരുന്നു? ഇനി എത്ര കാലം നീ നുണ പറഞ്ഞ് ജീവിക്കും? അത് ചേട്ടാ, എങ്ങനെയെങ്കിലും ഞാൻ അവളൊന്നും ഇംപ്രസ് ചെയ്യണ്ടേ? അതിനല്ലേ ഞാൻ ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നേ. ഒരു പെണ്ണ് ഇംപ്രസ്ഡ് ആവണമെങ്കിൽ ആണിന് സത്യം ഉണ്ടാവണം. വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും സത്യമില്ലാത്ത ഒരു പുരുഷനെ ഒരു പെണ്ണും വിശ്വസിക്കില്ല. അവള് മരിക്കേണ്ടി വന്നാലും. ഒരു പെണ്ണിനെ കൊണ്ട് ഇഷ്ടം തോന്നിപ്പിക്കാൻ ഇമാതിരി പ്ലാനുകളൊന്നും ശരിയാവത്തില്ല സുധീഷേ. എടാ, ഒരു പ്ലാൻ വരച്ച് ഇത്ര ഇഷ്ടിക, ഇത്ര ചാക്ക് സിമെന്റ്, ഇത്ര വണ്ടി മണലെന്നൊക്കെ നിശ്ചയിച്ച് ചിലപ്പോൾ കെട്ടിടം മണന്ന് കയറ്റാം. പക്ഷെ മനസ്സുകൾ തമ്മിലുള്ള വിശ്വാസമേ അങ്ങനെ പറ്റത്തില്ല. എടാ, ആദ്യം നീ എന്താണെന്ന് ആ കുട്ടിയൊന്ന് അറിയിക്കും. കേട്ടുകൊണ്ട് കൊട്ടാരം കെട്ടുന്ന പോലെ നുണ കൊണ്ട് ജീവിതം കെട്ടി ഉണ്ടാക്കാൻ നിൽക്കരുത്. അങ്ങനെയാണെങ്കിലേ നമ്മുടെ വീട്ടിലെ ഏറ്റവും നല്ല പയ്യൻ സുഭാഷേട്ടനല്ലേ? എന്നിട്ട് ഒരു പെണ്ണ് സുഭാഷേട്ടനെ ലവ് ചെയ്യുന്നില്ലല്ലോ. അടിച്ചു നിൽക്ക കണ്ണിയാൻ പൊട്ടി. ഞാൻ പറയുന്നത് എന്ത്, നീ കേൾക്കുന്നത്?
എടാ എന്നെ ആരും സ്നേഹിക്കുന്നില്ല ഞാൻ എന്നോട് പരാതി പറഞ്ഞോ? ഓ ആ സുനന്ദയുടെ കാര്യല്ലേ? എന്റെ സുഭാഷ് ചേട്ടാ അതൊന്നും ശരിയാവുന്ന കേസൊന്നും അല്ല കേട്ടോ. വെറുതെ അതും ഇതും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കല്ലേ സുനീഷ്. എടാ ഞാൻ പറയുന്നത് ഇത്തിരി സീരിയസ് ആയിട്ട് നീ ഒന്ന് കേക്ക്. ഓക്കെ. ഒരു നുണ മറയ്ക്കാൻ വേറൊന്ന്, അതിന് പിന്നാലെ മറ്റൊന്ന്. എടാ ഇങ്ങനെ നീ എവിടേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്? നീ തന്നെ ഒരു വലിയ നുണയാണെന്ന് ഒരു ദിവസം ഉറപ്പായിട്ടും ആ കുട്ടിക്ക് മനസ്സിലാവും. അന്ന് അവിടെ ഉള്ളില് നിനക്ക് ഒരു വില ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. ചെന്ന് എല്ലാ സത്യങ്ങളും അവളോടൊന്ന് പോയി തുറന്നു പറ. എന്തിന്? അത് ഞാൻ ചെയ്യുന്നില്ല അല്ലേ സുഭാഷേട്ടാ? നിങ്ങൾ പറയുന്ന ഈ സത്യസന്ധത ഈ സ്കൂളിൽ പഠിച്ച സന്മാർഗ പുസ്തകത്തിലുണ്ടാവും, ജീവിതത്തിലൊന്നും ഉണ്ടാവില്ലെന്നേ. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ അവളെ ഇവിടെ എത്തിച്ചിട്ട് ആ വീട്ടിൽ താമസിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ സത്യം പറയണോ? പിന്നെ അതോടെ നീയും വേണ്ട നിന്റെ വീടും വേണ്ടെന്ന് പറഞ്ഞ് അവള് വലിച്ചെറിഞ്ഞിട്ട് അങ്ങ് പോകും. അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. പിന്നെ സുധീഷേ, നുണ ഓർമ്മയിൽ വെക്കാൻ പാടാ. അത് എപ്പോഴെങ്കിലും പൊളിഞ്ഞു തന്നെ ആവണം. നോക്ക്, നീ ചെയ്തതെല്ലാം നുണയാണെന്ന് അറിയുമ്പോ പിന്നീട് സത്യം പറഞ്ഞാൽ പോലും അവൾ വിശ്വസിക്കില്ല. ജീവിതകാലം മുഴുവൻ അവള് നിന്നെ സംശയത്തോടെ മാത്രമേ നോക്കുള്ളൂ. അത് നിനക്ക് വേണം. എടാ ഞാൻ പറയുന്നതൊന്ന് കേക്ക്. എന്റെ സുഭാഷേട്ടൻ പറയുന്നൊന്നും ശരിയാവൂല. അതെ, അവക്കിപ്പോ വേണ്ടത് ഒരു ജോലിയാ. അത് വാങ്ങിക്കൊടുക്കാൻ പറ്റിയ അവക്ക് എന്നെ പറ്റി ഒരു മതിപ്പ് വരും. ആ ഗ്യാപ്പിലൂടെ ഞാൻ പ്രേമം ഉണ്ടാക്കിയെടുത്തോളാം. എങ്ങനെടാ എന്റെ സുഭാഷേട്ടാ? ആദ്യം പെൺകുട്ടികളുടെ ഒരു മതിപ്പുണ്ടാക്കിയെടുക്കും. അതിന് നമുക്ക് എന്തുവേണേലും പ്രയോഗിക്കാം. സെന്റിമെന്റ്സോ കരച്ചിലോ തള്ളിമറിക്കലോ, അല്ലെങ്കിൽ ഞാനൊരു പാവാണ് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊരു ആറ്റിറ്റ്യൂഡോ, അങ്ങനെ എന്തും. ഈ പ്രണയം ഉണ്ടാക്കിയെടുക്കുന്നവരെ എന്ത് നുണയും ചിലവാകും സുഭാഷേട്ടാ. വൺസ് പ്രേമം വന്നു കഴിഞ്ഞാൽ ഈ നുണകളൊക്കെ തന്നെ ആ പ്രേമം നേടിയെടുക്കുന്നതിനുള്ള വലിയ സമരമുറകളായി മാറും. ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണല്ലോ എന്നെ അയാൾ സ്നേഹിച്ചെന്ന് ഏത് പെണ്ണും വിചാരിക്കുള്ളൂ. നിധിയും എന്നെ കുറിച്ച് അങ്ങനെ വിചാരിക്കും. പഠിക്കുന്ന കാലത്തെ നീ ക്ലാസ് കെട്ടിയത് കുറെ സിനിമകൾ കണ്ടിട്ടുണ്ട്. അതിലെ നായകന്മാരാ നിന്റെ ഉള്ളിൽ ഇപ്പോഴും. ഇംപ്രസ് ചെയ്ത് ആളെ പ്രേമത്തിൽ കൊടുക്കുന്ന ടെക്നിക്ക് ജീവിതത്തിൽ നടക്കില്ല മോനെ. അങ്ങനെ ഇപ്പോഴും ചെയ്യാൻ നോക്കുന്നവരുണ്ടാവാം. അവരുടെ കടിയില് ചില പാവം പെൺകുട്ടികൾ വീണിട്ടും ഉണ്ടാവും. പക്ഷെ തന്റെ മുന്നിൽ നിൽക്കുന്നത് തനി വ്യാജനായ വെറും ഡ്രാമയ്ക്ക് വേണ്ടി കള്ളത്തരങ്ങൾ പറയുന്ന ഒരുത്തനാണെന്ന് മനസ്സിലാക്കുന്ന നിമിഷം അവർ മുഖത്ത് തുപ്പി ഇറങ്ങി അങ്ങ് പോകും. ആ ഗതി നിനക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നേരം സംസാരിച്ചത്. ഇനി നിന്റെ ഇഷ്ടം. റെഡിയാ? ഇയാൾക്ക് വല്ല സുവിശേഷ പ്രസംഗം കൂടെ പ്രേമം എന്താണെന്ന് അറിയാത്ത ജന്തു. ഇതെന്താ ജ്യൂസൊക്കെ? ഇന്റർവ്യൂ ഒക്കെ പോയി വന്നല്ലേ? പോയെന്നേ ഉള്ളൂ, നടന്നില്ല. അതിന് വിഷമിക്കണ്ട, എന്തെങ്കിലും നടക്കുമല്ലോ, അത് മതി. നടക്കുമായിരിക്കും. എടാ നികേഷേ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാനിരിക്കായിരുന്നു. എന്താ എടുത്തി? നിങ്ങളുടെ അമ്മ ഇല്ലേ, സുനന്ദയുടെ അമ്മ? അവര് നിങ്ങളുടെ വലിയച്ഛനൊക്കെ എത്ര വഴക്കടിച്ചു നിൽക്കാൻ എന്താ കാരണം? സുനന്ദ എന്നാളെ ദിവസം പറയായിരുന്നു ഈ വീട്ടിലെ പെണ്ണുങ്ങള് വാഴില്ലാന്ന് അവളുടെ അമ്മ പറയായിരുന്നത്രേ. അതെന്താ നികേഷ കാരണം? ഞാൻ ചോദിച്ച തെറ്റായി പോയെങ്കിൽ സോറി. എന്ത് തെറ്റെടുത്തി? ബന്ധുക്കൾ മാത്രമല്ല, നാട്ടുകാർ അങ്ങനെ തന്നെ പറയാറ്. ഒരാളെ പറ്റിയോ ഒരു സ്ഥലത്തെ പറ്റിയോ എന്തെങ്കിലും തെറ്റായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അത് പെട്ടെന്ന് പ്രതികരിക്കും. അതുപോലെ ഞങ്ങളുടെ വീടിനെ പറ്റി പറയുന്നത്. കൂട്ടത്തിൽ അച്ഛന്റെ കൂടിയും വഴക്കുണ്ടാക്കുന്നൂടെ ആയപ്പോ ആളുകൾ പറഞ്ഞു കൊഴിപ്പിച്ചു. അമ്മ മരിച്ച പിന്നെയാണോ അച്ഛനിങ്ങനെ ആയത്? അമ്മ പോയതിനു ശേഷം അച്ഛന്മാർ കല്യാണം കഴിച്ചിത്രേ. പക്ഷെ അവരും അധികാരോട് നിന്നില്ല. അത് കല്യാണമായിരുന്നു അത് വെറുതെ കൂട്ടിക്കൊണ്ട് വന്നാണെന്ന് എനിക്കറിയില്ല. അമ്മായും വലിച്ചനും ആ കാലം മുതലേ അച്ഛനോട്ട് വഴക്കാം. പിന്നെ അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ കൊന്നാണ് ജയിലിലായിരുന്നു. അമ്മയെ അച്ഛൻ കൊന്നാണെന്നാ പോലീസുകാർ പറഞ്ഞത്. കൊന്നതോ? എന്തൊക്കെയാ നീ പറയുന്നത്? അപ്പൊ സുധീഷേട്ടൻ ഒന്നും പറഞ്ഞിട്ടില്ലേ? സത്യം ഞങ്ങൾക്ക് അറിയില്ല നടത്തി. പോലീസ് അങ്ങനെ പറഞ്ഞത്. അച്ഛൻ അതിനെ പറ്റി ആണെന്നോ അല്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഈ വീട് ഇങ്ങനെ ആയിപ്പോയത്. സുധീഷേട്ടൻ ചിലപ്പോ മനഃപൂർവ്വം പറയാതെന്നായിരിക്കും. ഇങ്ങനൊരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. അയ്യോ, ഇതൊന്നും കേട്ട് എടുത്തി പഠിക്കുന്നതാണോ? ആളുകൾ പറയുമ്പോൾ ഇവിടെ ഉള്ളത് അത്ര മോശം ആൾക്കാരൊന്നുമല്ല. ഇതെന്താ ഈ സമയത്ത്? എടാ ഒരു സാധനം എടുക്കണം. നീ ആ താഴത്തെ സ്റ്റോറിന്റെ മുകളിൽ ഒരു കവർ ഇരിപ്പുണ്ട്, അതിനെടുത്തുണ്ടോ? സുഭാഷ് ചേട്ടാ, ഇന്റർവ്യൂവിന്റെ കാര്യമൊന്നും ചോദിച്ചില്ലല്ലോ. അത് നടന്നില്ല. അവിടെ ആളില്ലെന്ന് ഡേറ്റ് മാറ്റി വെച്ചു. ഇനി ഇന്ന് നടക്കുന്നു അറിയില്ല. ഒന്ന് അന്വേഷിച്ച് പറയാൻ പറ്റുമോ? ഈ കവറല്ലേ? അതെ. സുഭാഷ് ചേട്ടനൊന്നും പറഞ്ഞില്ലല്ലോ. മോളെ മോക്ക് എന്റെ കൂടെ ഒന്ന് വരാൻ പറ്റും? എവിടേക്ക്? ഇവിടെ തൊട്ടടുത്ത് തന്നെ. നമുക്ക് ഇപ്പൊ തന്നെ തിരിച്ചു വരാം. രാമേഷേട്ടാ സ്റ്റാൻഡിലാണോ? ഒന്ന് വീട് വരെ വരുമോ? നമുക്ക് സൈറ്റ് വരെ ഒന്ന് പോകണം. ശരി, പെട്ടെന്ന് വരാം. ഇതാണ് സുഭാഷ് ചേട്ടന്റെ സൈറ്റ്. സുധീഷ് പത്നിയല്ലേ ഭയ്യ? നമസ്തേ, സുഖമല്ലേ? അതെ, ഈ നാട്ടുകാരനല്ലേ? നേറ്റീവ് പ്ലേസ് കൂച്ച് ബഗാർ, ബംഗാൾ. മലയാളം നന്നായിട്ട് പറയുന്നുണ്ടല്ലോ. ചേട്ടന്റെ കൂടെയല്ലേ മലയാളം നന്നായി പറയും, പാട്ടും പാടും. ഇത് വലിയ കൺസ്ട്രക്ഷൻ ആണല്ലോ സുഭാഷ് ചേട്ടാ. ഇവിടെ സുഭാഷ് ചേട്ടന്റെ കീഴില് എത്ര പണിക്കാരുണ്ട്? ആർക്കിടെക്ട് ഡിസൈൻ തന്നാ പിന്നെ മുഴുവൻ സുഭാഷ് ചേട്ടൻ നോക്കി നടത്താണോ ചെയ്യാ? മോളെ നുണ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരു നുണയുടെ പേരിൽ ജീവിക്കുന്നത് അത്രയും ഇഷ്ടം. ഞാനൊരു ആർക്കിടെക്ട് ആണെന്നല്ലേ ആദ്യം സുധീഷ് മോളോട് പറഞ്ഞിരുന്നത്. ആ കള്ളം പൊളിയെന്ന് അവന് തോന്നിയപ്പോഴായിരിക്കും അവൻ എന്നെ സൂപ്പർവൈസർ ആക്കിയത്. നേരത്തെ കണ്ടില്ലേ ഭയ്യ, അവരെ പോലെ ഒരു മേസ്ത്രി, ദിവസക്കൂലിക്ക് ജോലി എടുക്കുന്ന ഒരു തൊഴിലാളി മാത്രമാണ്. ഇന്ന് മോളൊരു ഇന്റർവ്യൂവിന് പോയില്ലേ, അത് ഞാൻ പറഞ്ഞു വിട്ട സ്ഥലമല്ല. അപ്പൊ സുധീഷിനെ കൂട്ടിക്കൊണ്ടുപോയത്? അത് അവനറിയുന്ന ഏതോ സ്ഥലമാണ്. മോക്ക് പോയി ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കമ്പനിയും എനിക്കറിയില്ല. മോൾ എന്റെ അടുത്ത് ജോലി ചോദിച്ചപ്പോഴാണ് സുധീഷ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. ആ സമയത്ത് സത്യം പറയാനാവാതെ ഞാനൊന്നും മിണ്ടായിരുന്നു. പക്ഷെ എത്ര നാളത്തേക്ക് എനിക്ക് സത്യം മൂടി വെക്കാൻ പറ്റും? അതുകൊണ്ടാ എല്ലാം നേരിട്ട് കാണിച്ചു തരാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. വളരെ ഞാനൊരു സാധാരണ മേസ്ത്രി മാത്രം. അവന്റെ നുണയുടെ അവതാരത്തിൽ എനിക്ക് സൂപ്പർവൈസറായിട്ട് അഭിനയിക്കണ്ട. കാലങ്ങളായിട്ടുള്ള ശീലം കൊണ്ട് നിങ്ങളെ പോലുള്ള ആളുകൾ ഉണ്ടാക്കുന്ന ഡിസൈനുകൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയാവുന്ന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സൂപ്പർവൈസർ കുറെ പണികൾ എന്നെ ഏൽപ്പിക്കാറുണ്ടെന്ന് മാത്രം. 10ാം ക്ലാസ് ജയിച്ചപ്പോൾ പഠിപ്പ് നിർത്തുക. ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, താഴെയുള്ളവർക്ക് വേറെ ആരും ഉണ്ടായിരുന്നില്ല. സുധീഷിനോട് പറഞ്ഞത് അവൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ പണിയാണ് ചെയ്യുന്നതെന്ന് പറയാനുള്ള നാണക്കേട് കൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ അവനങ്ങനെ പറഞ്ഞെന്ന് അറിയില്ല. ചിലപ്പോ എനിക്കൊരു ഗമ ഉണ്ടാക്കി തരാനായിരിക്കും. സത്യം പറയാൻ പറ്റാത്തതിന്റെ വിഷമം ചിലപ്പോ അവനും ഉണ്ടാവും.
അവൻ എന്തായാലും സത്യം പറയുമായിരിക്കും. പക്ഷെ അതുവരെ എനിക്ക് നിധിയുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല. അതാ ഞാൻ ഇപ്പോഴെങ്കിലും ഇതൊക്കെ തുറന്നു പറഞ്ഞത്. മോൾ എന്നോട് ജോലിയെ പറ്റി പറയുമ്പോഴൊക്കെ എനിക്ക് വലിയ ടെൻഷനായിരുന്നു. എനിക്കിത് വാങ്ങി തരാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലല്ലേ മോൾ എന്നോട് ചോദിക്കുന്നത്. ആ സത്യം പറയാതിരിക്കുന്നത് ശരിയല്ലാന്ന് തോന്നുന്നു. നോക്ക്, ഇക്കാരണം കൊണ്ട് മോക്ക് സുധീഷിനോട് ദേഷ്യം തോന്നുന്നുണ്ട്. അവനത്ര കുഴപ്പക്കാരനൊന്നുമല്ല. പിന്നെ ചെറുപ്പം മുതൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ വളർന്നത്. അപ്പോ ആദ്യമായിട്ട് കാണുന്നവരോടൊക്കെ അവരിങ്ങനെ വലിയ വലിയ വിടായകളൊക്കെ തട്ടിവിട്ടാൻ ശീലമായിപ്പോയി. സത്യം പറയാതെ മോളെ പറ്റിക്കാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് പറഞ്ഞു പോയത് സോറി. അത് സാരില്ല. പക്ഷെ എനിക്ക് അറിയാവുന്ന എഞ്ചിനീയേഴ്സിനോടൊക്കെ ഞാൻ ചോദിക്കാം. പറ്റുന്ന സഹായം ഞാൻ ചെയ്യുകയും ചെയ്യാം. വെരി സോറി മോളെ. അയ്യോ, എന്തിനാ സുഭാഷേട്ടൻ സോറി ഒക്കെ പറയുന്നത്? സുഭാഷേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. എല്ലാ ദിവസവും ജോലി ജോലി എന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തിയത് ഞാനല്ലേ. അതിന് ഞാനാ സോറി പറയേണ്ടത്. ഞാൻ വരട്ടെ. സുഭാഷേട്ടൻ എന്തിനാ ഏട്ടത്തെ സൈറ്റിൽ കൊണ്ടുപോയത്? എന്റെ ജോലി എന്താണെന്ന് അവിടെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടെന്ന് കരുതിയിട്ടാ. ഞാൻ എന്ത് വേണമെങ്കിലും സഹിക്കും. പക്ഷെ നോണ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. നിങ്ങളൊരു പേരും കാണണം. നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക്